السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. صدق الله مولانا العظيم. وقال حبيبنا ونبينا محمد رسول الله صلى الله عليه وسلم: ثلاث من كن فيه وجد بهن حلاوة الإيمان: من كان الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر بعد أن أنقذه الله كما يكره أن يقذف في النار. صدق رسول الله. أنبئت أن رسول الله أوعدني والعفو عند رسول الله مأمول. مهلا هداك الذي أعطاك نافلة القرآن فيها مواعظ وتفصيل. لا تأخذن بأقوال الوشاة ولم أذنب ولو كثرت عن الأقاويل. فاعلموا أمة سيدنا محمد صلى الله عليه وسلم. मेरा दिल तड़प रहा है, मेरा जल रहा है सीना, मेरी आरज़ू मदीना, मुझे ले चलो मदीना. അഭിവന്ദരായ ഈ വേദിയുടെ വരിഷ്ഠരായ SICയുടെ സമസ്തയുടെ പ്രവർത്തകരെ, നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരുന്ന സമസ്തക്ക് എല്ലാ നിലക്കും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഊർജ്ജസ്വലരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലുമെല്ലാം നമ്മുടെ മീസാൻ ഹസനാത്തിൽ ഭാരം തൂങ്ങുന്ന അമലായി, നമ്മുടെ വലത്തെ കൈകൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഇബാദത്തായി അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളത്, കേൾക്കുക എന്നുള്ളത്, അവിടുത്തെ മദ്ഹുകൾ ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളത് ഇബാദത്താണ് എന്നല്ല, ഏറ്റവും വലിയ ഇബാദത്താണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, നമുക്ക് പല നഷ്ടങ്ങളുമുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും ഉപ്പമാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും, കച്ചവടത്തിൽ തകർന്നവരുണ്ടാവും, പല പല നഷ്ടങ്ങളുമുണ്ട്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ നഷ്ടം മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോവുക എന്നാണ്. അത്തരം വേദികളിൽ പങ്കെടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് പ്രചാരണം കൊടുക്കാൻ കഴിയാതെ, അത്തരം വേദികളിൽ ഒന്നുകിൽ അതിനെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ കേൾക്കാൻ, അല്ലെങ്കിൽ അത്തരം വേദികളിൽ ഇരിക്കാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ തീരെ അത്തരം ഒരു ചിന്ത ഇല്ലാത്തവർ, അവർ ഏറ്റവും വലിയ നഷ്ടത്തിലാണ്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയുണ്ടായി, നിങ്ങളൊക്കെ കേട്ട ഹദീസാണ്, നിങ്ങളുടെ ഉപ്പമാർ അവർ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ്. നിങ്ങളുടെ മക്കൾ അവർ നിങ്ങളുടെ സ്നേഹനിധികളായ നാളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപ്പിടിക്കേണ്ടവരാണ്. ഉമ്മയുടെ മാതാവിൻ്റെ കാൽപ്പാടിലാണ് സ്വർഗം. പിതാവ് സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ്. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ പരിഹരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്വർഗത്തിൻ്റെ വാതിലാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമാകുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കേണ്ട ഒരു വാചനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം. സ്വശരീരത്തെക്കാൾ അവിടുത്തെ പ്രിയം വെക്കണം. പറയാൻ എളുപ്പമാണ്, കേൾക്കാനും സുഖമാണ്. പക്ഷേ നമുക്കൊക്കെ തോന്നും ഉപ്പ കുട്ടികളെക്കാളൊക്കെ നമുക്ക് സ്നേഹിക്കാം. പക്ഷേ എൻ്റെ ശരീരത്തെക്കാൾ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കാൻ കഴിയുക? ഈ ചോദ്യം നമ്മുടെ സംശയമല്ല. വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നു. നബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, റസൂലേ ല അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും ഞാൻ തയ്യാറാണ്. എൻ്റെ ശരീരത്തെ മാറ്റിവെക്കണം നബിയേ. എൻ്റെ ശരീരം കഴിഞ്ഞല്ലാതെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള സത്യം തുറന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, മുസ്ലിമാവില്ല, മുഅ്മിനാവില്ല. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ ഇരുന്നു പോയി. ഒരൽപ്പം ചിന്തിച്ചു. എല്ലാ നയങ്ങളുടെയും എല്ലാ പ്രഖ്യാപനങ്ങളുടെയും ഉറച്ച തീരുമാനമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്ത നിമിഷം എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, റസൂലേ, എൻ്റെ ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഉമറേ, എന്താ നേരത്തെ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ പറയാൻ, തിരുത്തി പറയാൻ കാരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനങ്ങ് ചിന്തിച്ചു പോയി. ഉമർ മക്കയിലെ മരുഭൂമിയിൽ ആരുമല്ലാതെ, മൂല്യമില്ലാതെ, വിലയില്ലാതെ, ആരും ഗണിക്കപ്പെടാതെ, ശ്രദ്ധിക്കപ്പെടാതെ നടന്നിരുന്ന ഒരു ഉമറിന്റെ ജഡബോഡി ഉണ്ടായിരുന്നു. ഉമറിന്റെ ബോഡിക്ക് മൂല്യം വന്നത്, വാല്യു വന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴാണ് ഉമറിന്റെ ഭൗതിക ശരീരത്തിന് മൂല്യം വന്നത്. അതേ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഉമർ പോകുമ്പോ അതിനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ ഒരു ഷഹാദത്താണ് ഉമറിന് വാല്യൂ നൽകിയത്. ദുന്യവിയായ, ഉഖ്റവിയായ, ഭൗതികമായ, ഐഹികമായ മൂല്യങ്ങൾക്ക് കാരണമായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്, എൻ്റെ ശരീരത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഉമർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നബിയെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് തോന്നാം ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പല്ലേ, അവർ നേരിട്ട് പ്രവാചകരെ അനുഭവിച്ചവരല്ലേ.
നമുക്കെന്താണ് റസൂലിനെ നമ്മുടെ ശരീരത്തെക്കാൾ സ്നേഹിക്കേണ്ട കാര്യം? ഉമർ അങ്ങനെ പറയാൻ റളിയല്ലാഹു അൻഹു കാരണമുണ്ട്. നബിയെ കാണുന്നുണ്ട്, നബിയെ അനുഭവിക്കുന്നുണ്ട്, കൺകുളിർക്ക റസൂലുള്ളാഹിയുടെ സൗന്ദര്യത്തെയും ഈമാനിനെയും ആസ്വദിക്കുന്നവരാണ്. പക്ഷേ നമുക്കെന്ത് ബന്ധം എന്ന് തോന്നിപ്പോവാം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹുദിലേക്ക് കടന്നു വന്നു. ഉഹുദിലെ ശുഹദാക്കൾക്ക് സലാം പറഞ്ഞു. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു മദീനയിലേക്ക് പോയി. മദീന പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു പ്രഭാഷണം നടത്തുകയാണ്. പ്രഭാഷണത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വദിത്തു അന്നീ റഅയ്തു അഹ്ബാബി ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. റസൂൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. റസൂൽ പറയുന്നു, വദിത്തു ഞാൻ എൻ്റെ അഹ്ബാബുകളെ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എൻ്റെ അഹ്ബാബികളെ കണ്ടാൽ ഞാൻ എത്ര സന്തുഷ്ടരായിരുന്നു, ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ ഞങ്ങളില്ലയോ? ഇല്ല ഇല്ല, നിങ്ങൾ എൻ്റെ സ്വഹാബുകളാണ്, നിങ്ങൾ എൻ്റെ അഹ്ബാബുകളാണ്. എൻ്റെ ഇഖ്വാനികൾ ആരാണെന്ന് വെച്ചാൽ, എൻ്റെ ഇഖ്വാനികൾ നിങ്ങൾക്ക് ശേഷം വരുന്ന അല്ലദീന ലം യഗ്തി ബഅദു, ഇതുവരെ വരാത്ത 2024 ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളും ഞാനും അടക്കമുള്ള ഉമ്മത്തിങ്ങളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ ഓർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല പറയുന്നു, ഈ ഒരു ആഗ്രഹത്തിൽ ഞാൻ നിർത്തുന്നില്ല സ്വഹാബ, എൻ്റെ അഹ്ബാബികളെ, എൻ്റെ ഇഖ്വാനികളെ കാണാൻ ഞാൻ ഈ ആഗ്രഹത്തിൽ നിർത്തുന്നില്ല. വഅന ഫറത്തുക്കും അലൽ ഹൗദ്, ഹൗദുൽ കൗസറിൽ നിങ്ങൾക്ക് വാരിക്കോരി തരാൻ, ഹൗദുൽ കൗസറെ കുടിപ്പിക്കാൻ ഞാനവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമർ സ്നേഹിച്ചു. പക്ഷേ നമ്മളുമായി എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകടനങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ സന്തോഷ നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കൽ സമീപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. ഈ സന്തോഷം കണ്ട നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ? സന്തോഷത്തിന്റെ നിമിഷത്തിൽ റസൂലിനെ കണ്ടറിഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഉത്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ മാ അസറത് വമാ അഅലനത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹക്ക് രഹസ്യമായി പരസ്യമായി അറിയാതെ അറിഞ്ഞ് ആദ്യവും പിമ്പും എല്ലാം ചെയ്തതെന്തുണ്ടോ എല്ലാം റബ്ബേ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ എന്ന് പറയുമ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷം, ചിരിച്ചുപോയി. റസൂലിന്റെ മടിയിലേക്ക് റസൂലിന്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നുപോയി. ചിരിയങ്ങ് നിർത്താൻ കഴിഞ്ഞില്ല.
സിദ്ദീഖയോട് നബി ചോദിച്ചു, എന്താ ആയിഷ മോളെ ഇങ്ങനെ ചിരിക്കാനുള്ള കാരണം? എന്റെ ദുആ വല്ലാതെ മനസ്സിൽ തട്ടിപ്പോയോ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എങ്ങനെ തട്ടാതിരിക്കും റസൂലേ? എൻ്റെ മുഴുവൻ ദോഷങ്ങള് ആദ്യം കഴിഞ്ഞ പിമ്പ് കഴിഞ്ഞ അറിയാതെ ചെയ്ത അറിഞ്ഞു ചെയ്ത രഹസ്യമായ പരസ്യമായ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയല്ലേ സത്യം മാത്രം പറയുന്ന വഹി സംസാരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചത് എനിക്ക് സന്തോഷത്തിനപ്പുറം എന്ത് പറയാനാ? ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇതാണ് 1400 വർഷങ്ങൾക്ക് ശേഷം ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ, റസൂലിനെ സ്നേഹിക്കുന്ന അഹ്ബാബീങ്ങളോട് പറയാനുള്ളത്. റസൂല് പറയുന്നു, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ. അത് എൻ്റെ അഹ്ബാബികൾക്ക് വേണ്ടി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി, ലോകാവസാനം വരെ ഇരിക്കുന്ന ഉമ്മത്തിന് വേണ്ടി, 2024 ഈ സദസ്സിലേക്ക് വന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു പ്രാർത്ഥന ഇതേ ദുആണ്. എൻ്റെ ഉമ്മത്തിൻ്റെ ദോഷം പൊറുക്കണേ, അവർക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ, വഅന ഫറത്തുകും അലൽ ഹൗദ്, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്താൻ ഞാൻ നിങ്ങളെ കൂടെ സിറാത്തുൽ മുസ്തഖീമിലുണ്ട്. നിങ്ങളെ സ്വർഗ്ഗപ്രവേശനം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ജിവാറിലായിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലിനെ പ്രിയം വെക്കുക എന്നുള്ളത് വളരെ വളരെ വലിയ ഇബാദത്താണ് എന്ന് മാത്രമല്ല, അത് മുഅ്മിനിന്റെ ജീവിത ശൈലിയാണ്. റസൂലിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. റസൂലിനെങ്ങനെ പറയുന്നത് കൊണ്ട് റസൂലിനെന്താ? മഇമ്മദഹ്തു മുഹമ്മദൻ ബിമഖാലതി ലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി മൗലായ സ്വല്ലി വസല്ലിം അലാ ഹബീബിക ഖൈർ. റസൂലിന്റെ പേരുകൾ മുഹമ്മദ് എന്നുള്ള വാക്കുകൾ എൻ്റെ പ്രസംഗത്തിലേക്ക് അല്ലെങ്കിൽ പ്രാസംഗികന്മാരുടെ പ്രഭാഷണങ്ങളിലൊക്കെ എഴുത്തുകാരുടെ എഴുത്തുകളിലൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നബിക്കുള്ള അലങ്കാരമായിട്ട് അവർ ചേർത്തി കൊടുക്കുന്നതല്ല. അവരുടെ പുസ്തകത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി, അവരുടെ പ്രഭാഷണത്തിൻ്റെ ചാതുര്യത്തിന് വേണ്ടി, ശ്രോതാക്കളുടെ മാധുര്യത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. മഇമ്മദഹ്തു മുഹമ്മദൻ ബിമഖാലതി ലാകിൻ മദഹ്തു മഖാലതി ബിമുഹമ്മദി. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ചാതുര്യത്തിന് വേണ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നത്. എങ്കിൽ കേവലം അതിന് മാത്രമല്ല, കാരണം റസൂലിനെ പുകഴ്ത്തുക എന്നുള്ളത് ജീവിതത്തിൽ, നബിയുടെ ജീവിതത്തിൽ തന്നെയുള്ള ശൈലിയാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് മദീന പള്ളിയിൽ മിമ്പർ ഒരുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയായ ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് നിങ്ങൾ കരുതിയോ? കൊടിയ ശത്രുവായ രക്തം ഹലാലാക്കിയ, എവിടെ വന്ന് കണ്ടാലും കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലിന്റെ ശരീരത്തിൽ പുതച്ചിരുന്ന പുതപ്പ് കൊടുത്തുകൊണ്ട് ബഹുമാനിച്ചതും, അവിടെ നിന്ന് ആ കൊടിയ ശത്രു ഇസ്ലാമിലേക്ക് കടന്നു വന്നതും റസൂലിനെ പുകഴ്ത്തിക്കൊണ്ടല്ലേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സുഹൈർ എന്ന അബീ സലമയുടെ കുടുംബം വളരെ പ്രതിഭാധനരായ കവിതാ സമ്പന്നരായ കുടുംബക്കാരാണ്. എൻ്റെ ഒരു സഹോദരനുണ്ട് ബുജൈർ ബിൻ സുഹൈർ. അദ്ദേഹം വലിയ കവിയാണ്. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. കഅബ് ബിൻ സുഹൈറിന്റെ രക്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലാലാക്കിയപ്പോൾ അവിടുന്ന് തൻ്റെ സൗഹൃദത്തിൻ്റെ തൻ്റെ ജ്യേഷ്ഠനായ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന് ബുജൈർ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുന്നുണ്ട്. അലാ അബ്ലിഗ അന്നി ബുജൈറൻ റിസാലതാ ഫഹൽ ലക ഫീമാ ഖുൽത بالخيف هلك شربت مع المأمون كأسا رضية فإن هلك المأمون منها وعلك. നിമിഷക്കവിയായ സൽമയുടെ സന്താനങ്ങളിൽപ്പെട്ട പ്രതിഭാസമ്പന്നനായ സമ്പന്നനായ സന്താനമായ ബുജൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതുന്നു, സഹോദരാ നീ നബിയിലേക്ക് വരുന്നു. അവിടുന്ന് ഒരു എല്ലാ നിലക്കും അഭയം കൊടുക്കുന്നവരാണ്, പേടിക്കേണ്ടതില്ല. റസൂലിന്റെ അടുക്കലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന് ശത്രുപക്ഷത്തിൽ നിലയുറപ്പിച്ച കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന് മനംമാറ്റമുണ്ടാവുന്നു. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിക്കുന്നു. എല്ലാവരും പറയുന്നത് നിന്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എനിക്കാവില്ല. കാരണം എന്തേ, എവിടെ കണ്ടാലും വധിക്കണമെന്ന് റസൂല് പറഞ്ഞവരാണ്. റസൂൽ അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചാൽ മാറ്റി പറയാൻ അബൂബക്കർ ആളല്ല, ഉമർ ആളല്ല, ഉസ്മാനാണല്ല റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുകൊണ്ട് എനിക്ക് മാറ്റി പറയാൻ എനിക്ക് കാര്യമില്ല. നിന്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അവസാനം ഈ രംഗത്തെ കുറിച്ച് ബാനത്ത് സ്വാദയിൽ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, വഖാല കുല്ലു ഖലീലിൻ കുന്തു ആമുലുഹു لا ألفينك في أنك مشغول فقلت خل طريقي لا أبا لكم وكل ما قدر الرحمن مفعول. ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ പല ആളുകളും എനിക്ക് ശുപാർശ ചെയ്യാൻ പോയി നോക്കി. അവരെല്ലാവരും എന്നെ കൈവടിഞ്ഞു റസൂലേ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കൂ, ഞാൻ എൻ്റെ വഴി നോക്കാമെന്ന് പറഞ്ഞു. അവസാനം സയ്യിദുകളുടെ നേതാവായ തങ്ങന്മാരുടെ ഉപ്പാപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ സമീപിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ വേഷപ്രച്ഛന്നനായി റസൂലിന്റെ അടുക്കലേക്ക് പോകണം. ഇങ്ങനെ റസൂലിന്റെ നേരെ മുമ്പിലൂടെ നിങ്ങൾ പോവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിലൂടെ പോയി സലാം പറഞ്ഞ് ബൈഅത്തിന് വേണ്ടി കൈനീട്ടണം. ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വേഷപ്രച്ഛന്നനായി സലാം പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിലൂടെ കടന്നു വരുമ്പോ അവിടെ നിന്ന് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബിയേ അവിടുത്തെ കൈയൊന്ന് നീട്ടണം. ഹത്താ വളതു യമീനി ലാ ഉനാസിഹു ഫീ ഖഫിദി ഖമാ തിൻഖീലുൽ ഖീലു
റസൂലേ, അങ്ങയുടെ കരം പിടിച്ച് മുത്താൻ, ബൈഅത്ത് ചെയ്യാൻ സന്നദ്ധനായി കടന്നു വന്നവരാണ് ഈ സുഹൈർ. കഅബ്, സുഹൈറിന്റെ മകൻ കഅബ്, കൈ നീട്ടിത്തരടേ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാം മറന്ന് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വീകരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നു. ആദ്യമേ തയ്യാറാക്കിയ ബാദത്ത് സുആദ ഒന്നടങ്കം അങ്ങനെ റസൂലിനെ ഇങ്ങനെ പാടി കേൾപ്പിക്കുന്നു. അങ്ങനെ റസൂലിന്റെ സ്വഭാവത്തെ ചില വരികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിച്ചേർക്കുന്നു. അവിടുത്തെ സന്ദർഭങ്ങളിൽ പറഞ്ഞ ആദ്യം ഇവിടെ ഓതി പാടിയ ആ പാട്ടുകളെ അങ്ങനെ പാടുകയാണ്. ഉംബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണ്. എന്നെ കൊല്ലാൻ, എന്നെ വാഴി, എനിക്ക് ഭീഷണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു, റസൂലിന്റെ അടുക്കലില്ലാതെ മറ്റാരുടെ അടുക്കലാണ് എല്ലാ നിലക്കുമുള്ള മാപ്പ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മഹ്ലൻ ഹദാകല്ലദീ അഅതാക നാഫിലതൽ ഖുർആനി ഫീഹാ മവാഇദും വതഫ്സീലു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ നിങ്ങൾക്ക് മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ നൽകുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകില്ലയോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ലാ തഖദന്നി ബിഅഖ്വാലിൽ ഉശാതി വലം അദ്നിബ് വലൗ കദറത്തിൽ അന്നിൽ അഖാവീലു. ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്ന് ആളുകളൊക്കെ എന്നെ കൊണ്ട് പറഞ്ഞാലും നബിയേ, എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല, ശത്രുക്കൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ് റസൂലേ. അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണമെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിവന്യരായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി വര്യ പട്ടം അലങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂലിനെ പുകഴ്ത്തിക്കൊണ്ടാണ്, റസൂലിനെ മദ്ഹ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായത് കൊണ്ട് പറഞ്ഞതല്ല. അമുസ്ലിമായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു അമുസ്ലിമായിരിക്കുമ്പോൾ പാടിയതിന്റെ പേരിൽ, മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അതേ റസൂലിന്റെ മദ്ഹ് പറയുക എന്നുള്ളത് അത് പുണ്യമാണ്. നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് ഈമാൻ ഉറക്കാനുള്ള കാരണമാകുമ്പോ അമുസ്ലിമീങ്ങൾക്ക് അത് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള മാനദണ്ഡമാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ റസൂലിനെ കുറിച്ച് അങ്ങനെ പറയുന്ന ഒരുപാട് വരികളുണ്ട്. കുല്ലിബിനെ ഉൻസവഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ അലതിൻ ഹദബാ മഹ്മൂലു. ഉമ്മ വെച്ച ആരൊക്കെയുണ്ടോ അവരൊക്കെ ശവമഞ്ചലിൽ ഏറാത്ത ഒരു ദിവസമില്ലല്ലോ റസൂലേ. അത് കരുതി ഞാൻ എൻ്റെ എല്ലാ അഹങ്കാരങ്ങളും എൻ്റെ എല്ലാ സാഹിത്യ സമ്പന്നതയും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു റസൂലേ. അതുകൊണ്ട് എനിക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ പാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തന്റെ ഉത്തരീയം ഊരിക്കൊണ്ട് തന്റെ ശരീരത്തിൽ ധരിച്ച തട്ടം എടുത്തുകൊണ്ട് കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് സമ്മാനമായി കൊടുക്കുകയാണ്. റസൂലിനെ കുറിച്ച് പറയുന്നു, റസൂലേ, നിങ്ങൾ മൂർച്ചയേറിയ ഇന്ത്യൻ നിർമ്മിതമായ വാളാണ് ഹബീബേ. നിങ്ങൾക്ക് ഭൗതികമായി, ദുന്യവിയായി, ഉഖ്റവിയായി എല്ലാ കാര്യത്തിലും അങ്ങ് പ്രശോഭിതമാണെന്ന് അന്ന് മുസ്ലിമല്ലാത്ത പിന്നീട് ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് നബിയുടെ മദ്ഹ് ചൊല്ലി കടന്നു വന്ന കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് പറയാറുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റസൂലിന്റെ മദ്ഹിൽ എങ്ങനെ അലിഞ്ഞു ചേരുക എന്നുള്ളത് ഒരു ഇബാദത്താണെന്ന് മാത്രമല്ല, മുഅ്മിനിന്റെ ബാധ്യതയാണ്. അഅറാബി നബിയിലേക്ക് ഓടി വരികയാണ്. ബൈഹഖിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അഅറാബി റസൂലിലേക്ക് ഓടി വന്നു. റസൂലിനോട് പറയുന്നു, റസൂലേ, നാട്ടുകാരൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്, വെള്ളമില്ല നബിയേ, കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളമില്ല, ഒട്ടകങ്ങൾ പാല് ചുരത്തുന്നില്ല, ഉമ്മമാരുടെ മുലകളിൽ ആ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലില്ലാത്ത ഈനാക്ക വൽഅദ്റാഉ തദ്മീലി ബാലുഹാ وقد شغلت أم الصبي عن الطفل وألقى بكفيه الفتى استكانتا من الجوع ضعفا لا يمر ولا يحلي ولا شيء مما يأكل الناس عندنا سوى الحنظل الآمي والهرز الفصل. അഅറാബിയോടി വന്ന് നബിയോട് അങ്ങനെ പാട്ട് പാടുകയാണ്. നേരെ നബിയെ തവസ്സുലാക്കുകയാണ്. നേരെ നബിയോട് ചോദിക്കുകയാണ്, നബിയെ, വെള്ളമില്ല, മഴയില്ല, കുട്ടികൾക്ക് പാലില്ല, ഒട്ടകങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നില്ല, അവർക്ക് തിന്നാൻ പുല്ലുകളില്ല, ഭക്ഷണമില്ല. അതുകൊണ്ട് നബിയെ, ഞാനിതാ ഓടി വന്നിരിക്കുന്നു. പാവപ്പെട്ട ആളുകളൊക്കെ പ്രയാസത്തിന്റെ, വിശപ്പിന്റെ പ്രയാസങ്ങളെ കൊണ്ട് മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കേവലം ആട്ടങ്ങക്കുരു ഒഴികെ മറ്റൊന്നും ഞങ്ങൾക്ക് തിന്നാനില്ല നബിയേ. അതുകൊണ്ട് എനിക്ക് പറയാറുള്ളത്, വലൈസാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. നിങ്ങളോടല്ലാതെ പരാതി പറയാൻ, പരിഭവം പറയാൻ, പ്രയാസം ബോധ്യപ്പെടുത്താൻ വേറെ ഒരാളെയും ഞാൻ കണ്ടില്ല നബിയേ. അതുകൊണ്ടാണ് ഒന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ, മദീന പള്ളിയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തട്ടവും വലിച്ചുകൊണ്ട് നേരെ മിമ്പറിലേക്ക് കയറി. അവിടെ നിന്ന് ഫറഫയദഹു ഇലസ്സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. ആകാശത്തിൽ അല്ലാഹു ആയി എന്നുള്ളത് കൊണ്ടല്ല, എന്തിനാ ദുആ ചെയ്യുമ്പോൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നത്? എല്ലാറ്റിനും കഅബകളുണ്ട്, എല്ലാത്തിലും കഅബകളുണ്ട്. ഇന്നസ്സമാഅ കഅബത്തുദ് ദുആ, കഅബത്തുദ് ദുആ അല്ലെങ്കിൽ ഖിബ്ലത്തുദ് ദുആ. ദുആ ചെയ്യുമ്പോൾ അത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളത് ദുആഇന്റെ കഅബ ആകാശത്തേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. റസൂൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ മഴ വർഷിപ്പിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചകത്തിലേക്ക് കൈ താഴ്ത്തിയില്ല. മഴ ശക്തമായി വർഷിച്ചു. പിന്നീട് ആ സ്വഹാബി അറാബി കുറെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നു കഥ ചുരുക്കി പറയുകയാണ്, നബിയേ, നബിയേ, മഴ വല്ലാതെ വർഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മഴ നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്
വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, ഞങ്ങൾക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യമുള്ളിടത്തേക്ക് മഴ വർഷിപ്പിക്കണം അല്ലാഹ്. പ്രാർത്ഥിക്കേണ്ട താമസം മഴ നിന്നു. ഇത് കണ്ടപ്പോൾ ചരിത്രങ്ങളിൽ കാണാം. ഇനി പറയുന്ന ഭാഗം ബുഖാരി ഉദ്ധരിച്ചതാണ്. നേരത്തെ പറഞ്ഞത് ബൈഹഖി ഇമാമിന്റെയും മറ്റുമൊക്കെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി പത്രം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ചരിത്രമാണ്. ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് വല്ലാതെ അങ്ങ് ചിരിച്ചുപോയി. ഇത് കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് ചിരിച്ചുപോയി. അവിടത്തെ അണപ്പല്ല് പുറത്തേക്ക് കണ്ട ചിരികൾ വളരെ അപൂർവമാണ്. അതിൽ പറയപ്പെട്ട ഒരു ചിരിയാണ് ഈ ചിരി, ഈ സന്ദർഭത്തിലുള്ള ചിരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലില്ലാഹി ദറു അബീ ത്വാലിബ് ലൗ കാനത് ഹയ്യാ ലഖറത് ഐനാ. എന്റെ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൺകുളിർക്ക് ഈ കാഴ്ച കാണുമായിരുന്നേ. കാരണം എന്തേ? അബൂ ത്വാലിബല്ലേ അന്ന് പറഞ്ഞത്, ആരാണ് എനിക്ക് അദ്ദേഹം പാടിയ വരികൾ എനിക്ക് പാടിത്തരുക? അതെ, ആരാണ് ആ മൗലിദ് ചൊല്ലിത്തരുക? ആരാണ് ആ മദ്ഹിന്റെ പ്രഭാഷണം അല്ലെങ്കിൽ ആ മദ്ഹ് ഗീതം എനിക്കൊന്ന് ചൊല്ലിത്തരുക എന്ന് മദീന പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ നബിയുടെ മൗലിദ് പറയാൻ, അബൂ ത്വാലിബിന്റെ വാചകം പറയാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വഅബിയല്ലാഹു യുസ്തസ്ഖൽ ഗമാമു ബിവജിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി യലൂദു ബിഹിൽ ഹുല്ലാഹു മിൻ ആലി ഹശബി ഫഹും ഇംദഹു ഫീ നിഅമതിൻ വഫവാദിലി. നബിയെ പുകഴ്ത്തി പറഞ്ഞ ഈ വരികള് അവിടെ നിന്ന് നബി തന്നെ ആ മൗലിദ് അങ്ങ് ചൊല്ലിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നബിയുടെ മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചൊല്ലിപ്പിക്കുമ്പോ നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ജീവിക്കുന്നവരെ കുറിച്ച് മദ്ഹ് പറയരുതെന്ന്. പക്ഷേ അത് അങ്ങനെയല്ല. അത് ചില ഔലിയാക്കൾ, അവർക്ക് നിങ്ങളെ പുകഴ്ത്തിയാലും അവർക്ക് യാതൊന്നും സംഭവിക്കാറില്ല. നിങ്ങൾ എത്ര ഇകഴ്ത്തിയാലും അവർക്ക് പ്രശ്നമല്ല. അത്തരം ആളുകൾക്ക് ഈ മദ്ഹ് പറയുക എന്നുള്ളത് ബാധകമല്ല. അവരെ കുറിച്ച് മദ്ഹ് പറയുന്നത് തെറ്റല്ല എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ, അതേ സഹോദരന്മാരെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് പുണ്യമാണ്. അവസാനിപ്പിക്കാനായിരിക്കും, അവസാനിപ്പിക്കട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അൽ ഹബ്ബു, സ്നേഹം എന്നുള്ളത് അത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം? അത് മൗലിദിലൂടെ, നമ്മൾ ഇങ്ങനത്തെ സംഗമങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നു. കാരണം നമുക്കൊന്നും ഫുൾ ടൈം നമ്മുടെ മനസ്സിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിയാവുന്നില്ല. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങൾ അറിയണേ, നിങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത ഒരു നിമിഷവും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇത്തരം ഒരു സദസ്സിലെങ്കിലും നമ്മുടെ മനസ്സുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. തൽഹത്ത് ഇബ്നു ബറാദ് റളിയല്ലാഹു തആല അൻഹു റസൂലിലേക്ക് ഓടി വരികയാണ്. റസൂലിന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ആമിർനി മാ ശിഅ്ത യാ റസൂലല്ലാഹ്, എന്താ വേണ്ടത് നബിയെ? എന്നോട് പറയണം നബിയെ. എന്ത് ഇഷ്ടപ്പെടുന്നോ നിങ്ങൾ എന്നോട് കൽപ്പിക്കൂ. ഉടനെ നബി പറഞ്ഞു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരം, ഉഖ്തുൽ അബാക്, നിന്റെ ഉപ്പയെ കൊന്നുവാ ത്വൽഹ. സ്വഹാബി ആകെ അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതപ്പെടുന്നു എന്നുള്ളതിന് പുറമെ എന്താണ് നിങ്ങൾ ലക്ഷിക്കുന്നത്? അത് കൽപ്പിക്കാനാണല്ലോ നബി പറഞ്ഞത്. നേരെ തന്നെ ഉറയിലിട്ട വാള് പുറത്തേക്കെടുത്ത് തുൽഹത്ത് ബിൻ ബറാഅ് തന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. റസൂല് വിളിക്കുന്നു,
പോവരുതേ. ഇത് റസൂലിന്റെ ഒരു ശൈലിയാണ്. ചില കാര്യങ്ങൾ മനസ്സിലേക്ക് അപ്പതിക്കാനുള്ള, ചില വിഷയങ്ങളുടെ ഉപ്പയുടെ സ്ഥാനം വലുതാണെന്ന് പഠിപ്പിക്കാൻ റസൂല് സ്വീകരിച്ച ഒരു വലിയ ശൈലിയാണ്. എന്നിട്ട് ത്വൽഹയോട് പറയുന്നു, കുടുംബ ബന്ധം ഛേദിക്കാൻ മുഹമ്മദ് റസൂലിനെ അയച്ചിട്ടില്ല. ഊട്ടിയുണക്കാൻ, കൂട്ടിച്ചേർക്കാൻ, വിളക്കി ചേർക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ നുബുവത്ത്. അതുകൊണ്ട് ത്വൽഹ പോവരുതെന്ന് പറഞ്ഞ് ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സദസ്സിൽ തന്നെ പിടിച്ചിരുത്തുന്നു. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു രോഗിയാകുന്നു. രോഗിയായപ്പോഴാണ് ഇവനെ കാണാൻ വേണ്ടി ചരിത്രം ചുരുക്കി പറയുകയാണ്. റസൂലങ്ങ് കടന്നു ചെല്ലുന്നു. നല്ല ഉറക്കിലാണ്. വീട്ടുകാരോട് പറഞ്ഞു, എപ്പോഴുറങ്ങിയതാ ത്വൽഹ? അവരൊക്കെ ത്വൽഹയെ വിളിക്കാൻ വേണ്ടി വന്നു. വേണ്ട വേണ്ട, ത്വൽഹ അങ്ങ് ഉറങ്ങട്ടെ. ഒരു പക്ഷേ ഇത് ത്വൽഹയുടെ അവസാന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ത്വൽഹ എപ്പോൾ എഴുന്നേൽക്കുന്നോ എൻ്റെ അടുക്കലേക്ക് ആളെ വിടണേ. അർദ്ധരാത്രി കഴിഞ്ഞു, പാതിരാത്രി കഴിഞ്ഞു. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. റസൂല് വന്നതും ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു വളരെ ക്ഷീണിതനാണ്. റസൂല് നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അവിടെ നിന്ന് ത്വൽഹ പറയുകയാണ്, റസൂൽ എന്നെ വിളിക്കാൻ, എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഹബീബിനെ ഈ പാതിരാ സമയത്ത് വിളിക്കരുതേ. എൻ്റെ ഹബീബിനെ സംരക്ഷണം കൊടുക്കാൻ എനിക്ക് ശാരീരികമായി കഴിവില്ല. എനിക്ക് സായുധ പോരാട്ടത്തിന് ശേഷിയില്ല. എനിക്ക് സംസാരിക്കാൻ എനിക്കൊരിക്കലും നാവിന് ശക്തിയില്ല. കൂടുതൽ പറയുന്നില്ല, വിളിക്കേണ്ടതില്ല. അന്ന് രാത്രി റസൂല് പ്രവചിച്ചതുപോലെ തന്നെ മരണമടഞ്ഞു. രാവിലെ ആയപ്പോൾ മരണവാർത്ത നബിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ രാത്രി എന്നെ അറിയിക്കണമെന്ന്? ഉടനെ പറഞ്ഞു, ത്വൽഹ പറഞ്ഞു, നബിയേ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ രാത്രി വന്നാൽ ജൂതന്മാരുടെ അക്രമങ്ങൾ ശക്തമായ സമയമാണല്ലോ. ശത്രുക്കൾ അവിടെയും ഇവിടെയും ഒളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പരസ്യമായ സമയത്തിലാണല്ലോ ഞാൻ രോഗിയാവുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് വല്ലതും തറക്കുന്നത്, വല്ലതും പ്രയാസപ്പെടുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ത്വൽഹ ഷഹാദത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചത്. അപ്പോൾ തന്നെ റസൂലങ്ങ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ തഖബ്ബൽ ത്വൽഹതി, റബ്ബേ എൻ്റെ ത്വൽഹയെ ഏറ്റെടുക്കണേ അല്ലാഹ്. ത്വൽഹ നിന്നിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, എൻ്റെ ത്വൽഹയെ ഏറ്റെടുക്കണേ. കടുമരത്തിൽ കിടക്കുന്ന ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണമെങ്കിൽ പകരം റസൂലിനെ പിടിച്ചു തരാം, ഒരു സഹചര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. ഇല്ല ഇല്ല, വലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യിശിൻ കാന ലില്ലാഹി മസ്റഈ. റസൂലിനെ പകരം വെക്കാൻ, റസൂലിനെ എൻ്റെ പകരം റസൂലിനെ വെക്കാൻ ഒരിക്കലും ഖുബൈബ് സന്നദ്ധനല്ല. കാരണം എന്തേ? ഉമ്മത്തിന്റെ വേദന അറിഞ്ഞവരാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിനെ സ്നേഹിച്ചവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 ദിർഹമുമായി അങ്ങാടിയിലേക്ക് പുറപ്പെട്ട മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖമീസ് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. നല്ലൊരു കുപ്പായം വാങ്ങണം, നല്ലൊരു ഖമീസ് വാങ്ങണം. പോകുന്ന വഴിയിലാണ് ഒരു അൻസാരി സഹോദരൻ വിളിച്ചു പറയുന്നത്, ഇക്സിനി ഖമീസൻ ഖസാഖല്ലാഹു മിൻ സിയാബിൽ ജന്ന.
റസൂലേ, എനിക്കൊരു കമീസ് വാങ്ങിത്തരുമോ നബിയേ? എനിക്കും ഒരു കമീസ്, നിങ്ങൾ ധരിച്ച കമീസ് എനിക്ക് തരുമോ റസൂലേ? കമീസ് വാങ്ങാൻ പോകുന്ന റസൂലിനോട് കമീസ് ആവശ്യപ്പെട്ടപ്പോൾ താൻ ധരിച്ച കമീസ് ആ സഹോദരന് കൊടുക്കുകയാണ്. കമീസ് ഇല്ലാത്തത് കൊണ്ട്, വളരെ പ്രയാസപ്പെട്ടത് കൊണ്ട് നബിയോട് ആവശ്യപ്പെട്ടതാണ്. നബിയുടെ കമീസ് ആ സഹോദരന് കൊടുത്തു. 4 ദിർഹമുമായി പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ദിർഹമിന് കമീസ് വാങ്ങി. ബാക്കി 2 ദിർഹമും പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഒരു പെണ്ണങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട പെൺകുട്ടിയാണ്. അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന രംഗങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെൺകുട്ടിയുടെ അടുക്കലെത്തിയപ്പോ, ആ അടിമപ്പെണ്ണിന്റെ അടുക്കലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്താ മോളെ കരയുന്നത്? മോള് പറഞ്ഞു, സമയം വൈകിയാണ്, ഞാൻ നിർത്താം, കഥ പൂർത്തിയാക്കാം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ, ഒന്നുമല്ല, എൻ്റെ വീട്ടുകാരനെ, ഞാൻ പണിയെടുക്കുന്ന വീട്ടുകാരനെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. കേവലം ചെറിയ ചെറിയ ദിർഹമുകൾ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. നഷ്ടപ്പെട്ടു പോയി നബിയേ. കുട്ടിയായ, ചെറിയ പെൺകുട്ടിയായ എൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോയി നബിയേ. 4 ദിർഹം മാത്രമുള്ള നബി 2 ദിർഹമിന് കമീസ് വാങ്ങി. ബാക്കി 2 ദിർഹം മാത്രം കയ്യിലുള്ള റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 2 ദിർഹമും ആ പെൺകുട്ടിക്ക് കൊടുത്തു. കരച്ചിൽ നിർത്താതെ മോളങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, മോളെ 2 ദിർഹമായില്ലേ, പിന്നെ എന്തിനാ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല റസൂലേ, 2 ദിർഹം പോരാ, ഞാൻ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ എൻ്റെ ഉടമസ്ഥൻ എന്നെ അടിക്കുമോ, എന്നെ വേദനിപ്പിക്കുമോ? കാരണം ഞാൻ ഒരുപാട് ലേറ്റായി പോയി നബിയെ, താമസിച്ചു പോയി റസൂലേ, അവരെന്നെ വല്ലാതെ ശകാരിക്കുന്നുണ്ട് റസൂലേ. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെൺകുട്ടിയോടൊപ്പം ആ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞു. കഥ ചുരുക്കട്ടെ, അവർ സലാം മടക്കിയില്ല. വീണ്ടും പറഞ്ഞു, സലാം മടക്കിയില്ല. 3ാമത്തെ പ്രാവശ്യം സലാം മടക്കി. ചോദിച്ചു, എന്തേ സലാം മടക്കാത്തത് നബിയേ? നിങ്ങളുടെ വീട്ടുകാരുടെ പ്രതികരണമാണ്. നിങ്ങളൊന്നും രണ്ടും ഞങ്ങളോട് സലാം പറയുമ്പോ ഞങ്ങൾ പതുക്കെ മടക്കിയവരായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണല്ലോ സലാം, അത് ഒരുപാട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. 3ാമത്തതിലും മടക്കിയില്ലെങ്കിൽ നിങ്ങളങ്ങ് തിരിച്ചു പോകുമോ എന്ന് പേടിച്ച് മടക്കിയതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ ശകാരിക്കുന്നുവോ? ഈ കുട്ടിയെ നിങ്ങൾ ശകാരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറയുമ്പോ അടിമത്ത സമ്പ്രദായം പൂർണ്ണമായി ഇല്ലാതെ ആവാത്ത, അല്ലെങ്കിൽ അതിനെ ഒരുപാട് നിരുത്സാഹനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ അവരവിടെ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, അവളോടൊപ്പം നിങ്ങൾ നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലയോ? നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വന്നതുകൊണ്ട് അവൾ സ്വതന്ത്രയാണ്. ഇനി അവൾ അടിമപ്പെണ്ണല്ല. ഇനി ഞങ്ങളുടെ വീട്ടുകാരിയായി, കേവലം വേലക്കാരിയായി ജോലി ചെയ്യേണ്ടവളല്ലെന്ന് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കുടുംബക്കാര് പ്രഖ്യാപിക്കുന്നു. ഇത് റസൂലിന്റെ അടിമത്ത മോചനത്തിന്റെ മറ്റൊരു ശൈലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഥയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ,
ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനാഥമായ ആരും ഗൗനിക്കാത്ത അടിമ പെൺകുട്ടിയെ സഹായിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കാര്യം തീരുമ്പോഴും അവരുടെ കൂടെ നിന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലിനെ മദ്ഹ് പറയാൻ നമുക്ക് സാധിക്കണം, അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.